വെൽക്കം ടു മൗല കോഗ്നിഷൻ. മൗല കോഗ്നിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു മലയാളത്തിലുള്ളൊരു ലെക്ചറാണ്. ഈ നമ്മുടെ ഈ വിഷയം ഇന്നത്തെ പ്രധാനമായിട്ടും കേരളത്തിലുള്ള ചില പെന്തക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവ സഭാ പ്രഭാഷകർ, അതായത് സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പ്, വേറെ ഒരാളുണ്ട്, ആളുടെ പേര് മറന്നുപോയി, ഒരു കക്ഷി. അദ്ദേഹം ഈ മതസംവാദങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളാണ്, ക്ലബ് ഹൗസുകളിലൊക്കെ. അപ്പം ഈ ആളുകൾ ഈ കത്തോലിക്ക വിഭാഗക്കാരനായ മാരിയോ ജോസഫും ഫിലോക്കാലിയ മിനിസ്ട്രി അതിൻ്റെ മിനിസ്റ്ററായിട്ടുള്ള മാരിയോ ജോസഫുമായി തർക്കത്തിൽ ഏർപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ പറഞ്ഞു വരുന്നത്, കത്തോലിക്ക മതക്കാരൊരു കാര്യം മനസ്സിലാക്കണം. കത്തോലിക്ക വിശ്വാസികൾ, ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ, അവർക്ക് ദീർഘകാലമായി ഇസ്ലാമിക ലോകവുമായിട്ട് ബന്ധമുണ്ട്. കേരളത്തിലുള്ള ഒരു കത്തോലിക്ക പുരോഹിതനും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുസ്ലിങ്ങൾ അന്യദേവനെയാണ് ആരാധിക്കുന്നത്, അവരുടെ ഭക്ഷണം ഹലാലാണ്, അത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കാര്യം മനസ്സിലാക്കണം, കത്തോലിക്കരും ഓർത്തഡോക്സുകാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മധ്യേഷ്യയിലും അതേപോലെ മധ്യപൂർവ്വദേശത്തും അറേബ്യയിലും മെഡിറ്ററേനിയൻ മധ്യതിരണ്ണായ ദേശം, അതായത് ലിബിയ, മൊറോക്കോ, ടുണീഷ്യ, ലബനോൻ, സിറിയ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലൊക്കെ അവർ മുസ്ലിങ്ങളുടെ ഭക്ഷണമാണ് കഴിക്കുന്നത്, ഹലാൽ ഭക്ഷണമാണ് കഴിക്കുന്നത്. അവിടെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കേരളത്തിലുള്ള ചില കത്തോലിക്കരുടെ ഈ ചില സംസാരങ്ങൾ കേട്ടാൽ അവർക്ക് മുഖ്യധാര കത്തോലിക്ക സഭയോ ഓർത്തഡോക്സ് സഭയുമായിട്ട് അവരുടെ ആശയങ്ങളോ ആദർശങ്ങളോ യാതൊരു ബന്ധവും പുലർത്തുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവർ ഈ പെന്തക്കോസ്റ്റ് സഭക്കാരുടെ അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ സഭക്കാരുടെ, പ്രൊട്ടസ്റ്റന്റ് സഭക്കാരുടെ തിയോളജി, അതായത് അവരുടെ ആദർശങ്ങൾ, തത്വശാസ്ത്രങ്ങൾ, വിശ്വാസധാരകൾ, അതിൻ്റെ ഓൺലൈനിലുള്ള അത് ഓൺലൈനിൽ ധാരാളമായി വ്യാപിക്കുന്നുണ്ട്. ഈ പെന്തക്കോസ്റ്റുകാരുടെയും മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭക്കാരുടെയും ഇസ്ലാം മത വിമർശനങ്ങളും മുസ്ലിം വിരോധ സംസാരങ്ങളൊക്കെ ധാരാളം വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുടുങ്ങിയിട്ട് അതിൽ ബ്രെയിൻ വാഷ്, മസ്തിഷ്ക പ്രക്ഷാളനം, അങ്ങനെന്താ പറയുക മലയാളത്തിൽ, അതായത് പ്രതിക്രിയാവാദകവും കൊളോണിയലിസ്റ്റ് ചിന്താഗതിയൊക്കെ പറയുന്നത് പോലുള്ള സംഭവമാണ്. അപ്പം അതിൽപ്പെട്ട് ഈ കത്തോലിക്ക പ്രഭാഷകരായിട്ടുള്ള മാരിയോ ജോസഫും ഒരു കാത്തോലിക്കനായിട്ടുള്ളൊരു അച്ഛനുണ്ട്, ഒരു പ്രീസ്റ്റ് ഫാദർ. അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങളുടെ ഭക്ഷണം അന്യദേവൻ അർപ്പിച്ചതാണ്, അത് ഹലാലല്ല, അത് അത് ഹലാലാണ്, ക്രിസ്ത്യാനികൾക്ക് അത് ഹലാലല്ല, അതായത് ക്രിസ്ത്യാനികൾ അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മാർപ്പാപ്പ ജോൺ പോൾ ആയാലും പോപ്പ് ഫ്രാൻസിസ് ആയാലും അവർ ധാരാളം ഇസ്ലാമിക രാജ്യങ്ങൾ സന്ദർശിച്ചു, അവിടുന്ന് മുസ്ലിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നു. മിഡിൽ ഈസ്റ്റ്, ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന കത്തോലിക്കരും ഓർത്തഡോക്സരും ഈവൻ പ്രൊട്ടസ്റ്റന്റ് സഭക്കാരും പെന്തക്കോസ്റ്റുകാരും വരെ ഹലാൽ ഭക്ഷണം വാങ്ങി കഴിക്കുന്നു. UK-യിലും ഇംഗ്ലണ്ടിലൊക്കെ ഉള്ള ഹലാൽ ഫാസ്റ്റ് ഫുഡുകളും അതേപോലെ ഈ മിഡിൽ ഈസ്റ്റിൽ, ഗൾഫിലൊക്കെ ഉള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ ഹലാൽ സാധനങ്ങൾ വാങ്ങി അവർ ഭക്ഷിക്കുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണ് ഈ പെന്തക്കോസ്റ്റുകാരുടെ ഈ ചില ആരോപണങ്ങൾ, ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ. കത്തോലിക്കരും ഓർത്തഡോക്സുകാരും ഒന്നും ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ MM അക്ബർ, ജക്കീർ നായിക്, ഇതേപോലെയൊക്കെയുള്ള കോമാളി പ്രഭാഷകരുടെ വിവരക്കേടിലും അതേപോലെ അരഗൻസ്, അത് അവരുടെ നെഗളിപ്പ്, അതിലൊന്നും പെട്ട് സ്വന്തം വിശ്വാസം കളയരുത്. കത്തോലിക്കർ പ്രത്യേകിച്ച് അവരുടെ ദൈവശാസ്ത്രം അവർ പഠിപ്പിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. പെന്തക്കോസ്റ്റുകാർക്കോ പ്രൊട്ടസ്റ്റന്റുകാർക്കോ എന്ത് വേണമെങ്കിലും പറയാം, ഓർത്തഡോക്സുകാരും കത്തോലിക്കരും അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല.
കാരണം അവർ ഈ മുസ്ലിങ്ങളല്ല ഈ കത്തോലിക്ക സഭയെ തകർത്തത്. ഇസ്ലാം കാരണമല്ല കത്തോലിക്ക സഭ തകർന്നത്. അത് കത്തോലിക്കരുടെ ഇടയിൽ വന്നിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് സഭ തന്നെ വീണ്ടും തകരുക ചെയ്തത്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഉദാഹരണം, യൂറോപ്പിലുള്ള മുഖ്യധാര പ്രൊട്ടസ്റ്റന്റ് സഭകൾ, അതിൽ നിന്ന് വീണ്ടും ധാരാളം പുതിയ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ വരികയും, അതായത് ഇവാഞ്ചലിക്കൽ, പെന്തക്കോസ്റ്റൽ, കരിസ്മാറ്റിക് എന്ന് വരികയും, അപ്പം മധ്യകാലഘട്ടത്തിലുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകൾ അത് തകരുകയാണ് ചെയ്തത്. നമ്മൾ അറിയുന്ന കാര്യമാണ്. UK ഈ വിൽക്കപ്പെടുകയും അതേപോലെ അടയ്ക്കപ്പെടുകയും ചെയ്യുന്ന ചർച്ചുകൾ മധ്യകാല പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകളായിട്ടുള്ള ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അവരുടെയൊക്കെ ചർച്ചുകളാണ് അടയ്ക്കുന്നത്. അതേസമയം ധാരാളം ഇവാഞ്ചലിക്കൽ ചർച്ചുകളും പെന്തക്കോസ്റ്റൽ ചർച്ചുകളും ധാരാളം ഉണ്ട്, ചെറിയ ചെറിയ ചർച്ചുകൾ. അപ്പോൾ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഈ തിരിഞ്ഞ് മുസ്ലിം വിരോധം കാണിക്കേണ്ട ആവശ്യമില്ല. ഈവൻ ഈ പ്രൊട്ടസ്റ്റന്റ് ഈ ഓർത്തഡോക്സ് സഭകളെ തന്നെ തകർക്കാനുള്ള മെയിൻ കാരണം ഉണ്ടായത് ഈ കൊളോണിയലിസമാണ്. മധ്യകാലഘട്ടത്തിലുള്ള കോളനിവൽക്കരണം കാരണമാണ്. മധ്യകാലഘട്ടത്തിലല്ല, ആധുനിക കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ ഏജ് മുതലുള്ള കോളനിവൽക്കരണവും അതിൻ്റെ കെടുതിയിൽ വന്നിട്ടുള്ള യുദ്ധങ്ങളും സംഘടനകളുമാണ് ധാരാളം ഈ ഓർത്തഡോക്സ് സഭകളുടെ ക്ഷീണത്തിന് പിന്നെ കാരണമായത്. World War I, World War II എല്ലാം. അപ്പം അത് മുസ്ലിങ്ങളോ ഇസ്ലാമോ കാരണമല്ല. മുസ്ലിങ്ങളോട് നബിതങ്ങളുടെ വാഗ്ദത്വം, കോവനന്റ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് വിത്ത് ദ ക്രിസ്ത്യൻസ്, ക്രിസ്ത്യാനികൾക്ക് നബി നൽകിയ വാഗ്ദാനത്തിൽ പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ ചർച്ചുകൾ സംരക്ഷിക്കുകയും അവർക്ക് പ്രാർത്ഥിക്കാൻ അവസരം നൽകുകയും അവരുടെ ചർച്ചുകളും മഠങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണ് മുസ്ലിങ്ങളോട് കൽപ്പിച്ചത്. ദ കോവനന്റ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് വിത്ത് ദ ക്രിസ്ത്യൻസ് എന്ന് വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് മുസ്ലിങ്ങളല്ല എന്ത് ചെയ്യുന്നത്, ക്രിസ്തുമത വിരോധമോ ക്രിസ്ത്യൻ വിരോധമോ നടത്തുന്നത്. അത് ഇസ്ലാമിലുള്ള ചില ഭീകരർ, അതല്ല തീവ്ര ചിന്താധിക്കാർ, അവർ വളരെ മൈനോറിറ്റിയാണ്. അതുപോലെ ക്രിസ്തു മതത്തിലുള്ള മൈനോറിറ്റി ആയിട്ടുള്ള ഈ ന്യൂനപക്ഷമായിട്ടുള്ള സെബാസ്റ്റ്യൻ പുന്നക്കൽ, ഡേവിഡ് വുഡ്, സാം ഷമോൻ, പിന്നെ അവരുടെ മിനിയോൺസ്, അവരുടെ ഈ ചിങ്കിടികൾ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ, അതേപോലെ വേറൊരു തടത്തിലോ കൊടിത്തോടം എന്ന് പറഞ്ഞിട്ട് ഒരാളില്ലേ, അനിൽ കൊടിത്തോടം, ഇതേപോലെ അയാളെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതുപോലെ ക്ലബ് ഹൗസിലുള്ള ഈ ചില പാസ്റ്റർമാരും ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളും ഇതേപോലെ ഇസ്ലാമിക ലോകത്തുള്ള ചില സലഫിസ്റ്റ് തീവ്ര വിഭാഗക്കാരായ ആളുകളുമാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇസ്ലാമിക ലോകവും ക്രിസ്തീയ ലോകവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. അവർ ഭക്ഷണം കഴിക്കുന്നു, ക്രിസ്ത്യാനികളായിട്ടുള്ള സ്ത്രീകളെ മുസ്ലിങ്ങൾ കല്യാണം കഴിക്കുന്നു. ആ രാജ്യങ്ങളിലൊന്നും ലവ് ജിഹാദൊന്നും പറഞ്ഞിട്ട് എന്തില്ല, ഒരു കുഴപ്പങ്ങളുമില്ല. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ജീവിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവർ പരസ്പരം സഹകരിക്കുന്നു, അവർ പരസ്പരമുള്ള വിശ്വാസങ്ങളും മതനിയമങ്ങളും ബഹുമാനിക്കുന്നു. മുസ്ലിമിൻ്റെ മതനിയമങ്ങൾ ക്രിസ്ത്യാനി ബഹുമാനിക്കുന്നു, ക്രിസ്ത്യാനിയുടെ മതനിയമങ്ങൾ മുസ്ലിം ബഹുമാനിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ബഹുമാനിക്കേണ്ട ക്രിസ്ത്യാനികളെ മതനിയമങ്ങളെ മുസ്ലിങ്ങൾക്ക് കളിയാക്കുക എന്ന് പറയുന്നത് തീവ്ര മുസ്ലിം ചിന്താധിക്കാരാണ്. ഇസ്ലാമിക നിയമങ്ങളും ചിട്ടകളും ആചാരങ്ങളൊക്കെ എതിർക്കുക എന്നുള്ളത് ക്രിസ്ത്യൻ ലോകത്തുള്ള തീവ്ര ചിന്താധിക്കാർ. അവർ ഈ ന്യൂ ബോൺ ശൈശവാവസ്ഥയിലുള്ള സഭകളുള്ള ആളുകളാണ് ഈ പ്രശ്നങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ശൈശവാവസ്ഥയിലുള്ള വഹാബി സലഫി പ്രസ്ഥാനങ്ങളാണ്, കഴിഞ്ഞ 100 വർഷത്തിന് ഇങ്ങോട്ട് വന്ന പ്രസ്ഥാനങ്ങളാണ് ഈ കുഴപ്പങ്ങൾ ഇസ്ലാമിക ലോകത്തുണ്ടാക്കുന്നത്. അതേപോലെ മുസ്ലിം ഇതര മതസ്ഥർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണവരാണ്. സമയത്ത് 1000-ഓളത്തിലധികം വർഷം പഴക്കമുള്ള സഭകൾ, മുസ്ലിം സഭകളായാലും ക്രിസ്തീയ സഭകളായാലും, അവർ പരസ്പരം പക്വതയെത്തിയ സഭകളാണ്, പക്വത പൂർണ്ണമായി പെരുമാറുന്ന സഭകളാണ്. പക്ഷേ ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ, അനിൽ കൊടിത്തോട്ടം പോലത്തെ ആളുകൾ ശൈശവ സഭക്കാരുടെ ഈ തീവ്ര നിലപാടുകളും അവരുടെ ഈ തിയോളജി, ഫിലോസഫി, തത്വശാസ്ത്രം, ദൈവശാസ്ത്രം, അവരുടെ മതത്തിനും മതഗ്രന്ഥങ്ങൾക്കും നൽകുന്ന, ബൈബിളിനും നൽകുന്ന വ്യാഖ്യാനങ്ങൾ, ആരോപണങ്ങൾ, വിമർശനങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇന്ത്യക്കാർ പൊതുവെ വൈകാരികമായിട്ടുള്ള ആളുകളാണെന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞരും മനഃശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത്. വൈകാരികമായിട്ട്
നിലപാടെടുക്കുന്ന ആളുകൾ. നമ്മുടെ ഈ ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് നിർത്തി കുറച്ച് തലച്ചോറ് കൊണ്ട് ചിന്തിക്കൂ. നിങ്ങൾ ആ മ്യൂസിക് ഒന്ന് ഓഫാക്കൂ. ഈ മൂളൽ മ്യൂസിക്, അറബികളുടെ മൂളൽ മ്യൂസിക്, ആ മ്യൂസിക് ഒന്ന് ഒഴിവാക്കുക. അതേപോലെ ക്രിസ്ത്യാനികളുടെ മൂളൽ മ്യൂസിക് ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ എന്നിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കുക, ബുദ്ധി ഉപയോഗിക്കുക കുറച്ചൊക്കെ. അപ്പോൾ വളരെ ഇമ്പൾസീവായിട്ടുള്ള, അതായത് വൈകാരിക പ്രതികരണം നടത്തുന്ന ആളുകളാണ് മലയാളികളും പൊതുവെ ഇന്ത്യൻസ് ആൻഡ് പാകിസ്ഥാനീസ്, ബംഗ്ലാദേശ്, ഈ റീജിയൻ സൈക്കോളജിസ്റ്റുകൾ, മനഃശാസ്ത്രജ്ഞർ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ വൈകാരികതയിൽ നിന്ന് കടന്നു വരും പുറത്തേക്കും. എന്നിട്ട് ബുദ്ധിയും അതേപോലെ തന്നെ പക്വമായിട്ടുള്ള ചിന്തയും ഉപയോഗിച്ച് നിങ്ങൾ, യുക്തിചിന്ത എന്ന് അവർ പറയും, പക്ഷെ പക്വതയാർന്ന ചിന്ത, നീതിപൂർവമായ ചിന്തകളിലൂടെയും ഈ ജഡ്ജ്മെൻറ്റ്, ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കും. നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ 1000-ലധികം വർഷം ഈ പാരമ്പര്യമുള്ള സഭകൾ, മുസ്ലിം സഭകളും ഈ ക്രിസ്ത്യൻ സഭകളും, അവർ പരസ്പരം ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും അതേപോലെ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹകരണത്തിൻ്റെയും വഴിയിലാണ് അവർ. ഇതൊന്നും കാണാത്ത ചില ഈ പൊട്ടന ആനനെ കണ്ടാന്ന് പറയുന്നുണ്ട്, പൊട്ടനെ ലോട്ടറി അടിച്ചെന്ന് പറയുന്നുണ്ട്. അതേപോലെ പുതിയ സഭകൾ തുടങ്ങിയിട്ട് ശൈശവാവസ്ഥയുള്ള ഒരു വൈകാരികമായിട്ട് മതം പ്രചരിപ്പിക്കുന്ന ആളുകൾ, പോപ്പുലിസ്റ്റ് മതക്കാർ, പോപ്പുലിസ്റ്റ് അത്തയിസ്റ്റുകൾ, നിരീശ്വരവാദികൾ, പോപ്പുലിസ്റ്റായിട്ടുള്ള വൈകാരികമായിട്ട് ഇമ്പൾസീവായിട്ട് മതം പ്രചരിപ്പിക്കുന്ന ആളുകൾ. നിങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കൂ. അവർ സമൂഹത്തിൽ ഭയങ്കര കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ വൈകാരികമായിട്ടുള്ള ചെറുപ്പക്കാരാണ് അവരതിലേക്ക് ആകർഷിക്കുന്നത്. മുഹമ്മദ് നബിയുടെ ഹദീസുകളിൽ തന്നെ പറഞ്ഞാണ്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവർ വരും അന്ത്യനാൾ, അവർ ഖുർആൻ വായിക്കും, അവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അവർ ഇസ്ലാമിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ഭീകരത ഉണ്ടാക്കും. നബി പറഞ്ഞതാണ്, അവരെ നിങ്ങൾ എവിടെ കണ്ടാലും വധിച്ചു കളയുക എന്നാണ് നബി തങ്ങൾ ഇവരോട് കൽപ്പിച്ചത്, ഭരണാധികാരികളോട്. അവർ മുസ്ലിങ്ങളെ കാഫിറാന്ന് പറയും, കുബൂരികൾ ഖുറാഫി, കബറാരാധകരാന്ന് പറയും, മുസ്ലിങ്ങൾ ശിർക്ക് ചെയ്യുന്നു എന്ന് പറയും. മുസ്ലിങ്ങളെക്കിടയിൽ കുഴപ്പമുണ്ടാകും, മുസ്ലിങ്ങളെ വധിക്കൽ അവർ ഹലാലാക്കും. അങ്ങനത്തെ ഒരു വിഭാഗം ഖവാരിജ്, അവർ ഇസ്ലാഹ് ചെയ്യുന്നവരാന്ന് പറയും. ഖുർആനിൽ 2-ാം അധ്യായം കാണാൻ പറ്റും, ആദ്യത്തെ 16 വചനങ്ങൾ കാണാൻ പറ്റും. അവരോട് പറയും ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുമെന്ന് പറയുമ്പോൾ അവർ പറയും, ഞങ്ങൾ നഹ്നു മുസ്ലിഹോ, ഞങ്ങളും ഇസ്ലാഹി പ്രവർത്തനം ചെയ്യുന്ന ആളുകളാണ്. ആ ഇസ്ലാഹികളാണ് എന്ത് ചെയ്യുന്നത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് മതഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇസ്ലാഹികളായിട്ടുള്ള ആളുകൾ അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അതേപോലെ ക്രിസ്തു മതത്തിൽ ഇസ്ലാഹി പ്രവർത്തനം, റിഫോമേഴ്സ് എന്ന് പറഞ്ഞെടുക്കുന്ന ആളുകൾ, ഞങ്ങൾ ഇസ്ലാഹികളാണെന്ന് പറയുന്ന ആളുകൾ, ഞങ്ങൾ റിവൈവൽസ് ആണ്, റിഫോമിസ്റ്റാണ്, റിഫോം ചെയ്യുന്ന ആളാണെന്ന് പറയുന്ന ക്രിസ്ത്യൻ സഭകളാണ് ഇന്നത്തെ ശൈശവാവസ്ഥയിലുള്ള പക്വതയെത്താത്ത സഭകൾ. അതിൻ്റെ നേതാക്കന്മാരാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുടെ ഇടയിൽ സംഘർഷങ്ങളും ഈ പരസ്പര വിശ്വാസക്കുറവും സൃഷ്ടിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള പക്വത ഇന്നത്തെ കേരളത്തിലുള്ള ക്രിസ്തീയ സഭാ നേതൃത്വത്തിനുണ്ടായാൽ അത് അവർക്ക് നല്ലത്, മുസ്ലിങ്ങൾക്കുണ്ടായാൽ അവർക്ക് നല്ലത്. അല്ലാതെ പരസ്പരം അടിച്ച് തകരാനാണെങ്കിൽ അങ്ങനെ തകർന്ന രാജ്യങ്ങളെ നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പം തീവ്രചിന്താധിക്കാർക്ക് എന്ത് ചെയ്യരുത്, ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും അവർ ചവിട്ടാൻ ഇടം കൊടുക്കരുത്. തീവ്രചിന്താധിക്കാർക്ക് സമുദായത്തിലും സമൂഹത്തിലും എന്ത് ചെയ്യരുത്, ഇടം കൊടുക്കരുത്, ചവിട്ടി നിൽക്കാൻ. അവരെ ബഹിഷ്കരിക്കണം. അവർക്ക് സോഷ്യൽ ഐസൊലേഷൻ, സാമൂഹ്യ ബഹിഷ്കരണം നടത്തണം, അവരെ ബോയ്ക്കോട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് സമൂഹത്തിൽ ഐക്യവും ഈ ഐശ്വര്യവും സമാധാനം ഉണ്ടാകുക. അല്ലാതെ ഒരു ഭാഗത്ത് സമാധാനം പ്രസംഗിച്ച് മറുവശത്ത് പൂർണ്ണമായിട്ട് തെറ്റായ കാര്യങ്ങൾ പറയരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പക്വതയോടെ വരാനും, അതേപോലെ ഇത്തരം ഈ പുന്നക്കലിനെ പോലെ അനിൽ കൊടിത്തോടം, പിന്നെ മറ്റുള്ള കത്തോലിക്കരിൽ അവരുടെ വിഷബാധയേറ്റ കത്തോലിക്കരെയും ഓർത്തഡോക്സ് പ്രഭാഷകരെയും ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരൊന്നും ശ്രദ്ധിക്കാതെ മാരിയോ ജോസഫിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിഷ്പക്ഷമായി പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു പക്വതയോടുകൂടി ക്രിസ്ത്യാനികളുടെ, അതായത് മുഖ്യധാരാ സഭകളുടെ നേതാക്കന്മാർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേപോലെ നിങ്ങൾ പക്വതയോടുകൂടി സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാം. പ്രത്യേകിച്ച് സെയിൻറ്റ് ബെനഡിക്ട് 16 സെയിൻറ്റ്ഹുഡ്, സെയിൻറ്റ് എന്നുള്ള സ്ഥലത്തിലേക്ക് ഉയർത്തപ്പെട്ട ആളാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ. അതേപോലെ ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പിന്, നിക്കോശിയിലുള്ള ബിഷപ്പിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ കണ്ടു.
ഇതാണ് യഥാർത്ഥ ഇസ്ലാമിക പാനം, ഇതാണ് യഥാർത്ഥ ഇസ്ലാമിക ലോകത്ത് നടക്കുന്നത്. ഇസ്ലാമിക ബന്ധതാണ്. ഇത് മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു ചങ്ങായിമാർ തോണ്ടിയൊരു ഒരു എന്താ പറയുക, വ്യഭിചാരം ചെയ്തൊരു ഒരു പുതിയ സഭ ഉണ്ടാക്കിയെടുക്കും. കാരണം വ്യഭിചരിച്ചിട്ടാണല്ലോ അങ്ങനത്തെ ഈ അനൈക്യപ്പെടുകയും വിദ്വേഷവും എതിർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സഭകൾ ഇസ്ലാമിലും ക്രിസ്തു മതത്തിലും വരുന്നത്. ഈ ആത്മീയ വ്യഭിചാരം നടത്തുന്ന ആളുകളാണല്ലോ. ബൈബിളിൽ തന്നെ പറയേണ്ട, ദേ പ്രോസ്റ്റിറ്റ്യൂട്ടഡ് ദംസെൽഫ് വിത്ത് ദ Jezebels, means evil spirits. They prostitute with evil spirit and they give birth to new religious organization. അതായത് ഇവർ ആത്മീയമായിട്ട് വ്യഭിചാരം ചെയ്യും പൈശാചിക ശക്തികളുമായിട്ട്. എന്നിട്ട് സ്വന്തം ഈഗോ, സ്വന്തം ദേഹച്ചയം. ജീസസ് പറഞ്ഞെന്താ, ക്രൈസ്റ്റ് പറഞ്ഞ, നിങ്ങളെ തിരസ്കരിക്കണം. യു മസ്റ്റ് ഡിനൈ യുവർ സെൽഫ് ആൻഡ് ടേക്ക് അപ്പ് മൈ ക്രോസ്. ടേക്ക് അപ്പ് മൈ ക്രോസ് എന്ന് പറയുന്നത് ഗോസ്പൽ, സുവിശേഷത്തിനെ കുറിച്ചാണ് അവിടെ ക്രോസ് എന്ന് പറഞ്ഞത്. കാരണം അതിനനുസരിച്ച് ജീവിക്കുക, കൊണ്ടെടുക്കുക എന്ന് പറയുന്നത് ഈ റോമക്കാരുടെ മരക്കുരിശ് പിടിച്ച് തോളിലേറ്റി നടക്കുന്നതിനേക്കാൾ കഷ്ടപ്പാടാണ് എന്ത്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനനുസരിച്ച് മനസ്സിനെയും മനസ്സിൻ്റെ ഈ തിന്മയെയും അധീനപ്പെടുത്തി അതിനെ സപ്രസ് ചെയ്ത് അതിനെ ഈ കീഴ്പ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി ജീവിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരാൾ അന്യ സ്ത്രീയെ കാമാസക്തിയോടുകൂടി നോക്കിയാൽ അയാളെ വ്യഭിചരിച്ചതിന് തുല്യമാണ്. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അതിനെ പിഴുതെറിഞ്ഞു കളയുക. ഒരു കണ്ണ് ഇല്ലാതെ സ്വർഗത്തിൽ പോകുന്നതാണ്, മൊത്തം ശരീരവും സ്വർഗത്തിൽ പോയി വെന്തരിയുന്നതിനേക്കാൾ നല്ലതെന്നാണ് ക്രിസ്തു പറഞ്ഞത്. അപ്പം അതാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങളെ തന്നെ തിരസ്കരിക്കണം, നിരാകരിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിസ്തുവിൻ്റെ കുരിശ്, അതായത് ഗോസ്പൽ, സുവിശേഷം നിങ്ങൾ മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞതാണ്. അപ്പം ഇസ്ലാമിലായാലും ക്രിസ്തു മതത്തിലായാലും ഈ എല്ലാ ശൈശവ സഭകളും ഇവ പൊങ്ങി വരുന്നത് എങ്ങനെയാണ്, ഈ പരസ്പരം പോരടിച്ചും ഭിന്നിച്ചും സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കിയും വിശ്വാസികൾ ഛിദ്രതയുണ്ടാക്കിയുമാണ് ഇവ കടന്നു വരുന്നത്. ക്രിസ്തു പറഞ്ഞ എന്താണ്, യഹൂദരെയും മുസ്ലിങ്ങളെയും കുറിച്ച്, വിജാതീയരെയും കുറിച്ച് ക്രിസ്തു പറഞ്ഞാണ്, എനിക്ക് വേറെയും ചില ചെമ്മരിയാടുകളുണ്ട്, ഞാൻ അവരെയും കൊണ്ടുവരും. അവ ഒരു ബ്രാഞ്ച്, അതായത് ഒരു കൂട്ടമായി മാറുന്ന പറഞ്ഞത്. ധാരാളം വിഭാഗങ്ങൾ കൊണ്ടുവരുന്ന ക്രിസ്തുവോടെയും പറഞ്ഞിട്ടില്ല. അത് തന്നെ ബൈബിൾ വിരുദ്ധമാണ്. ശൈശവ സഭകൾ തന്നെ എന്താണ്, ബൈബിൾ വിരുദ്ധമാണ്, അത് ക്രിസ്തു വിരുദ്ധമാണ്, അത് ആൻറ്റി ക്രൈസ്റ്റാണ്. അത് ബൈബിൾ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അത് ഈ പുത്തൻ സഭക്കാരെ നിങ്ങളോട് പറയില്ല. അവർക്ക് ഇഷ്ടമുള്ള വചനങ്ങളെടുത്ത് അവർ സംസാരിക്കും. ക്രിസ്തു പറഞ്ഞതാണ്. യോഹന്നാൻ്റെ സുവിശേഷം നിങ്ങൾക്ക് കാണാം, ജോൺ 10:16. യോഹന്നാൻ്റെ സുവിശേഷം 10:16 ക്രിസ്തു പറയുന്നു, എനിക്ക് മറ്റൊരു ആട്ടുകൂട്ടമുണ്ട്, അത് ഇതിൻ്റെ ഭാഗമല്ല, അതായത് ഇസ്രായേലുകളുടെ ഭാഗമല്ല. ദം ആൾസോ ഐ മസ്റ്റ് ബ്രിങ്, അവരെയും ഞാൻ കൊണ്ടുവരണം. ആൻഡ് ദേ ഷാൽ ഹിയർ മൈ വോയ്സ്, അവരെൻ്റെ വചനം കേൾക്കും. ആൻഡ് ദേ ഷാൽ ബി വൺ ഫോൾഡ്, അവരൊറ്റ ഭാഗം, ഒറ്റ ഇതളായി മാറും, ഒറ്റ ബ്രാഞ്ച്, ഒറ്റ ശാഖയായിരിക്കും. കുറേ ശാഖകൾ പിന്നെ ഉണ്ടാവില്ല. ആൻഡ് അവർക്കൊരു ഷെപ്പേർഡ്, ഒരു ഇടയനെ ഉണ്ടാവും, അത് ക്രിസ്തുവാണ്. ഇതാണ് യഥാർത്ഥ വഴി. അല്ലാതെ ധാരാളം ഓരോരുത്തർക്ക് തോന്നിയോണം വെളിപാട് കിട്ടി, പുതിയ വെളിപാട് കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഓരോ സഭകൾ തുടങ്ങുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ള ധാരാളം അനുഭവ സമ്പത്തുകളും ജ്ഞാനവും ധാരാളം സന്യാസി വര്യന്മാരും മഹാപുരോഹിതന്മാരുമൊക്കെ ഉള്ള വലിയ സഭകളെ ഇവരെ എതിർത്തുകൊണ്ട് പറയുകയാണ്. കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളെ എതിർത്തുകൊണ്ട് പറയുകയാണ് അവരൊക്കെ വഴിവെച്ചവരാണ്, അവർ ഈ വിഗ്രഹാരാധനയാണ്, അവർ കന്യാമറിയത്തിനെ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ രംഗത്ത് വരുന്നത്. അപ്പോൾ ഇവരുടെ ഈ സെബാസ്റ്റ്യനായാലും അനിൽ കുടത്തോടമായാലും അവർ ക്രിസ്ത്യാനികളോട്, കത്തോലിക്കരോടും ഓർത്തഡോക്സുകളോടും കാണിക്കുന്ന സ്നേഹം അത് വ്യാജമാണ്. അത് സലഫികൾ സൂഫികളോട്, അവർ കബരാരാധകർ എന്ന് വിളിക്കുന്ന സൂഫികളോടും സുന്നികളോടും കാണിക്കുന്ന കപട സ്നേഹം പോലെ തന്നെയാണ്, കപടത നിറഞ്ഞ ഐക്യം പോലെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ഐക്യപ്പെടാനൊന്നുമല്ല. പെന്തക്കോസ്റ്റുകാരുമായിട്ടും ചിലപ്പോൾ ഈ കത്തോലിക്ക ഓർത്തഡോക്സ് വിരുദ്ധരായിട്ടുള്ള പ്രൊട്ടസ്റ്റന്റുമാരായിട്ട് ഐക്യപ്പെടുന്നതിൽ പ്രത്യേകിച്ച് എന്തില്ല, പ്രത്യേകിച്ചൊരു ഗുഡ്നെസ്, നന്മയൊന്നും അതിലില്ല. അതെന്ന് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് നിങ്ങളെങ്ങനെ, ഇസ്ലാമാണ് അവരുടെ സ്കേപ്പ് ഗോഡ്, അതായത് ഇസ്ലാം വരുന്നുണ്ടേ, പുലി വരുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ടും ഈ ചെന്നായ എന്ത് ചെയ്യുക, ആടുകളെയും ഈ മുയലുകളെയും മാനുകളെയും ഒക്കെ എന്ത് ചെയ്യുക, ഒരു ചെന്നായക്കൂട്ടങ്ങൾ താമസിക്കുന്ന
ഒരു ഗുഹയിലേക്ക് കടത്തി ഉള്ളിൽ കയറ്റി പിന്നെ അവരെ വളഞ്ഞിട്ട് അവരെ ഭക്ഷിക്കുന്ന അവസ്ഥ. അതാണ് ഈ സഭക്കാർ ചെയ്യുന്നത്. അതേപോലെ അതുകൊണ്ടാണ് ഈ സഭക്കാരുടെ, അതായത് ഒരു ഓർത്തഡോക്സ് പുരോഹിത നാട്ടിൽ തന്നെ ഓൺലൈനിലുള്ള വ്യാജ കോടതിയിൽപ്പെട്ട 6 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു നമ്മൾ വാർത്ത കണ്ടു കഴിഞ്ഞ പ്രാവശ്യം. അതായത് ഓൺലൈൻ കോടതിയിൽ അറ്റൻഡ് ചെയ്യണം, ഓൺലൈനിൽ അറസ്റ്റ് ചെയ്യുന്നു, വെർച്വൽ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ. അതേപോലെ ഇവരെന്താ ചെയ്യുന്നത്, ഈ ഇൻ്റലക്ച്വലി അറസ്റ്റിങ്, അതായത് ഈ സെബാസ്റ്റ്യൻ പുന്നക്കലും അനിൽ കൊടിത്തോടൊക്കെ കത്തോലിക്കരെ ഓർത്തഡോക്സരും ചെയ്യുന്നത്, അവരെ ബൗദ്ധിക തലത്തിൽ അവരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, തടങ്കലിലൊക്കെയാണ്. ബൗദ്ധികമായിട്ട് തടങ്കലിൽ അവരെ വെച്ചിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ അച്ഛൻ പറയാണ് മുസ്ലിങ്ങൾ അന്യദേവനാണ് ആരാധിക്കുന്ന, അവരുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതേപോലെ മാരിയോ ജോസഫിനെതിരെ പക്രം അയച്ചുവിടുന്നു. അതേപോലെ ഈ സെബാസ്റ്റ്യനെയും അതേപോലെ അനിൽ കൊടത്തോടൊക്കെ അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന മറ്റിതര കത്തോലിക്ക വിഭാഗക്കാർ അത് ശരിയാണെന്ന് വിചാരിച്ച് മാരിയോ ജോസഫിനെ അറ്റാക്ക് ചെയ്യുന്നു, ആക്രമിക്കുന്നു. അതേപോലെ വിമർശിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മറ്റുള്ള ചില കത്തോലിക്കരെയും വിമർശിക്കുന്നു. അപ്പോൾ ഈ ഒരു കുഴപ്പങ്ങൾ കത്തോലിക്ക സഭയിലോ ഓർത്തഡോക്സിലൊക്കെ വരാൻ കാരണം ഈ പ്രൊട്ടസ്റ്റൻ്റുകാരുണ്ടാക്കുന്ന കുഴപ്പങ്ങളെ കൊണ്ടാണ്. അതായത് ഈ എല്ലാ പ്രൊട്ടസ്റ്റൻ്റുകാരല്ല, എനിക്കറിയുന്ന പ്രൊട്ടസ്റ്റൻ്റുകാരൊക്കെ മാന്യന്മാരാണ് UK ഉള്ളത്. കാരണം ഇവിടുത്തെ സോഷ്യൽ സൈക്കോളജിയും കൾച്ചറും വേറെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്നത് ഇന്ത്യയിലുള്ള സൗത്ത് ഏഷ്യയിലുള്ള ആളുകൾ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ആളുകളാണ്. അവർ ബൗദ്ധികമായിട്ട് വിവരത്തോടു കൂടിയും പക്വതയോടും പ്രതികരിക്കുന്ന ആളുകളല്ല, എന്തിനും വൈകാരികതയാണ്. പാവം, ആ ഒരു പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമാണ്. ഇനി മുസ്ലിങ്ങൾ അന്യദേവനാണ് ആരാധിക്കുന്നത്, യഹൂദർ തൃത്വത്തെ ആരാധിക്കുന്നില്ലല്ലോ. ഇപ്പം യഹൂദരെ പോലെയുള്ള തിയോളജി, ദൈവശാസ്ത്രമാണ് ഇസ്ലാമിൽ. അപ്പം ക്രിസ്തു പറയുന്ന മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം, യേശു അവിടെ കൂടിയുന്നവരോട് തൻ്റെ അനുയായികളോട് പറഞ്ഞു, നിയമത്തിൻ്റെ ആളുകൾ, അതായത് നിയമം പഠിപ്പിക്കുന്ന ആളുകൾ, ഫാരിസികളും, അവർ മോശയുടെ ഈ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവർ പറയുന്നതൊക്കെ കൃത്യമായി ചെയ്യാൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ ഏത് ക്രിസ്ത്യൻ വിഭാഗമാണ് അതേപോലെ ചെയ്യുന്നത്? ഈ മോശയുടെ ഇതിലിരിക്കുന്ന യഹൂദർ പറയുന്ന നിയമങ്ങളും കാര്യങ്ങളൊക്കെ, ക്രിസ്ത്യാനികളായിട്ടുള്ള കാനൺ നിയമങ്ങളുണ്ട്. യഹൂദർ പറയുന്ന നിയമങ്ങളോ അല്ല സംഹിതകളോ ഒന്നും ക്രിസ്ത്യാനികൾ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഈ ക്രിസ്തു പറഞ്ഞു, അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ, കാരണം അവർ പറയുന്ന കാര്യങ്ങളല്ല അവർ ചെയ്യുക, അവർ വേറെ കാര്യങ്ങളാണ് ചെയ്യുക. അതായത് അവരുടേതായിട്ടുള്ള ഈ മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ, മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വചനം മുതൽ 9-ാം വചനം വരെ, മത്തായിയുടെ സുവിശേഷം 14-15 അധ്യായങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് അവർ ദൈവത്തിൻ്റെ നിയമങ്ങളും സംഹിതകളും കൽപ്പനകളും മാറ്റിവെക്കുകയും മനുഷ്യനിർമ്മിതമായ മനുഷ്യൻ്റെ ചിന്തയിലും അതേപോലെ ഈ ലോകത്തുള്ള ഈ സ്പിരിറ്റുകളുടെ, അതായത് ആത്മീയമായിട്ടുള്ള ശക്തികളുടെ പ്രവചനങ്ങളും അതേപോലെ അധ്യാപനങ്ങളും അവർ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു. അതാണ് ചെയ്യുന്നത്. ഐസയ്യ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ക്രിസ്തു പറയുന്നുണ്ട് മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വചനം. അപ്പോൾ അത് തന്നെയാണ് ഈ സംഭവം. അപ്പം ക്രിസ്ത്യാനികൾ ഇതേപോലെ ക്രിസ്തു പറഞ്ഞതുപോലെ മോശയുടെ സിംഹാസനത്തിലിരിക്കുന്ന ആള്, ഈ പാരിസികളും നിയമസംജ്ഞരും ചെയ്യുന്ന ഇന്നത്തെ ക്രിസ്ത്യാനികൾ അത് ഫോളോ ചെയ്യുന്നില്ല. ഇതാണ് മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വചനം 7, 8, 9 എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ഫൈൻ വേ, അതായത് നിങ്ങൾക്ക് വളരെ ഈ കൗശലത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ തന്നെ ആചാരങ്ങൾ, ട്രഡീഷൻസ് അത് നിങ്ങൾ നടപ്പിൽ വരുത്തും. പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ത് ചെയ്യും, നിയമജ്ഞർക്ക് കൊടുത്ത കൽപ്പനകൾ നിങ്ങൾ മാറ്റിവെക്കും. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ പിന്തുടരുക, പക്ഷെ അവർ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യരുതെന്ന്. കാരണം അവർ പറയുന്ന കാര്യം അവർ ചെയ്യുന്നില്ല, അവർ വേറെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുതന്നെയല്ലേ സെബാസ്റ്റ്യനായാലും അനിൽ കൊടിത്തോടായാലും ഏത് വിഭാഗക്കാരായാലും ഇന്നത്തെ സ്ഥിതി. ഞാൻ മൗലാക്കോഗ്നിഷൻ ഇവരോട് സംവദിക്കാൻ തയ്യാറാണ്. എനിക്ക് യാതൊരു ഭയമില്ല. ഏത് മതക്കാരനോടും എനിക്ക് ആ ഭയമെന്ന് ഉദ്ദേശിച്ചത് അവരെന്തോ ചെയ്യുന്നുള്ള ഭയമല്ല. നമുക്ക് ഒരാളോട് സംസാരിക്കാനുള്ളൊരു പേരുണ്ടാവില്ല. ഫിയർ ഓഫ് ടോക്കിംഗ് ടു crowd or audience or a leader or a bishop. We are willing to talk from kings to portraits,
പ്രസിഡൻസ് ടു സോൾജിയേഴ്സ്, പ്രസിഡന്റ് മുതൽ ഭടന്മാർ മുതൽ വരെയും രാജാക്കന്മാർ മുതൽ ഈ ചുമട്ടുതൊഴിലാളി വരെ നമ്മൾ സംസാരിക്കാനുള്ള അധികാരവും അനുവാദവും ഉണ്ട് ഈ വഴിയിൽ. അതുകൊണ്ട് നമുക്ക് നിങ്ങൾ അനിൽക്കൊടിത്തോടാലും എന്ത് കൊടി കെട്ടി വന്നാലും പ്രശ്നമുള്ള വിഷയമല്ല ഈ വിഷയങ്ങൾ. അപ്പം നിങ്ങൾ തെളിയിക്കാൻ പറ്റുമോ? ഞാൻ അനിൽക്കൊടിത്തോടത്തോളം സെബാസ്റ്റ്യൻ പുന്നക്കലെയും വെല്ലുവിളിക്കുകയാണ്. ഈ ക്രിസ്തു ഇവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ അതേപോലെ ചെയ്യുന്നുണ്ടെന്ന്. ഈ ഗോസ്പലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന വിഭാഗമാണ്, നിങ്ങൾ ചർച്ചുകളാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ചർച്ച് എന്നാണല്ലോ പറയുന്നത്, സഭയാണെന്നാണല്ലോ പറയുന്നത്. ക്രിസ്തു പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സഭ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ആ സഭയിൽ ജോയിൻ ചെയ്യാൻ, അതിൽ ചേരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പോയിന്റ്. ആ തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ മെയിൻ TV ചാനലുകളിലും ഓൺലൈൻ ചാനലുകളിലും ഒക്കെ ഞാൻ ചർച്ചയ്ക്ക് വരും, നേരിട്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ സഭ അതിൽ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളാണ് വൺ ഷീപ്പ് ആൻഡ് വൺ ഷെപ്പേർഡിൻ്റെ ആളാണെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളുടെ സഭയിൽ ജോയിൻ ചെയ്യും. അത് 100% ഞങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ തെളിയിക്കാൻ പറ്റുമെങ്കിൽ. അപ്പോൾ നിങ്ങൾ കളവ് പറയുന്ന ആളുകളാണെങ്കിൽ ക്രിസ്തു പറയുന്നത് പിശാചാണ് നിങ്ങളുടെ പിതാവ് എന്നാണ്. പിതാവായ സ്വർഗസ്ഥനായ ദൈവമല്ല, സ്വർഗത്തിൽ നിന്നും മാറ്റിയിറക്കപ്പെട്ട പിശാചാണ് നിങ്ങളുടെ ദൈവമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വചനം പറയുന്നു. അപ്പോൾ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അത് തന്നെയാണ് ഖുർആൻ. അപ്പം നിങ്ങളുടെ ഭക്ഷണം തന്നെ നിങ്ങൾക്ക് ഹലാലല്ല. ധാരാളം കള്ളപ്പാതിരിമാരും പാസ്റ്റർമാരും ഉണ്ടാക്കുന്ന ഭക്ഷണവും ഈ സൽക്കാരങ്ങളും ഇതല്ല ക്രിസ്ത്യാനിക്ക് അനുവദനീയമായിക്കില്ല. കാരണം ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, കളവ് പറയുന്ന ആളുകളുടെ പിതാവ് പിശാചാണെന്ന്. അപ്പം കൊലപാതകവും കളവൊക്കെ നടത്തുന്ന ആളുകളുടെ പിതാവ് പിശാചാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, നിങ്ങൾ മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ മാത്രം മുസ്ലിങ്ങളെ ഭക്ഷണം ഹറാമാണ്, ക്രിസ്ത്യാനികൾക്ക് പാടില്ല മുസ്ലിങ്ങളുടെ ഭക്ഷണം, അതേമാതിരി ഏത് അണ്ടടവോടം ക്രിസ്ത്യാനി ഭക്ഷണം ഉണ്ടാക്കിയാലും അത് നിങ്ങൾക്ക് കഴിക്കുക എന്നുള്ളത് ഏത് നിയമമാണ്? ബൈബിളിൽ അങ്ങനെ നിയമമുണ്ടല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയി ചോദിക്കണം, താൻ കളവ് പറയാറുണ്ടോ? ഒരു ക്രിസ്ത്യാനി നിങ്ങളെ സദ്യക്ക് ക്ഷണിച്ചു അവരുടെ വീട്ടിലേക്കും. അപ്പോൾ ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾക്ക് അവർ ഭക്ഷണം കഴിക്കും. പക്ഷെ നിങ്ങൾ അവർ ചോദിക്കും, നിങ്ങൾ കളവ് പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ക്രിസ്തു പറഞ്ഞത് കളവ് പറയുന്നവൻ്റെ പിതാവ് പിശാചാണ്. യഹൂദരോട് ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വിജാതീയരായിട്ടുള്ള നിങ്ങളെ സ്ഥിതി എന്നാണ്. ഇത് യഹൂദരായ സാധാരണക്കാരല്ല, ഫാരിസികളും സാജിസുകളാണ്. അന്നത്തെ മഹാപുരോഹിതന്മാരോടാണ് ക്രിസ്തു പറയുന്നത്. അന്നത്തെ ഗ്രാൻഡ് മുഫ്തിമാരോട്, ഗ്രാൻഡ് ഷെയ്ഖുമാരോടാണ് ക്രിസ്തു പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ഈ അണ്ടനും അടവടന്മാരും ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾ ഇതിൻ്റെ പുറത്തുള്ള ആളുകളാണെങ്കിലും കളവ് പറയുന്ന ആളുകളാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷപ്രകാരം നിങ്ങൾ എന്താണ്? പിശാചിൻ്റെ മക്കളാണ്. നിങ്ങളുടെ പിതാവ് പിശാചാണ്. പിശാചിൻ്റെ ഭക്ഷണം അന്യദേവനല്ലേ പിശാച്. അപ്പോൾ പിശാചുണ്ടാക്കിയ ഭക്ഷണം, പിശാചിൻ്റെ ആളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിനിയിപ്പം മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ഷെയ്ഖ് മുതൽ ഏറ്റവും ചെറിയ പിന്തുടർച്ചക്കാർ വരെ, നിങ്ങളുടെ പോപ്പോ അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പോ മുതൽ ഏറ്റവും താഴെക്കിടയുള്ള നിങ്ങളെ വിശ്വാസി വരെ അവരോട് സംസാരിക്കാൻ നമ്മൾ തയ്യാറാണ്. നമുക്കങ്ങനെ അഹംഭാവമൊന്നുമില്ല. ഒരാൾ വരുമ്പോൾ അവരുടേതായിട്ടുള്ള തലത്തിലും മര്യാദയോടും ബഹുമാനത്തോടും ആദരവോടും നമ്മൾ സംസാരിക്കും. അപ്പം ഈ മുസ്ലിങ്ങളുടെ ഭക്ഷണം പാടില്ല പറയുന്ന ഈ അച്ഛൻ, അദ്ദേഹം മുഖ്യധാര കത്തോലിക്ക സഭയെ അല്ല പ്രതിനിധീകരിക്കുന്നത്. ഈ സെബാസ്റ്റ്യൻ മുന്നക്കലിൻ്റെ അനിൽ കൊടത്തോടൻ്റെ ഒക്കെ ഈ ബ്രെയിൻ വാഷിലും അതേപോലെ തന്നെ ഈ അവരുടെ ചിന്തകളും ബുദ്ധിയും ഇൻ്റലക്ച്വലും ബൗദ്ധികതയും സെബാസ്റ്റ്യൻ്റെ ഒക്കെ തടങ്കലിൽപ്പെട്ട് അതാണ് ശരിയെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഖുർആനിൽ പറയുന്നുണ്ട്, ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസാക്കിൻ്റെയും ദൈവത്തിനെയാണ് പിന്തുടരുന്നത്. ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്, യഹോവ എലോഹിം ഇസ്മായിലിൻ്റെ കൂടെയായിരുന്നു. അവൻ വളർന്നു വന്നെന്തായി ഒരു ആർച്ചർ, അമ്പെയ്ത്തുകാരനായി എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് ഖുർആനിൽ പറയുന്നത്, ഞങ്ങൾ അബ്രഹാമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസാക്കിൻ്റെയും ദൈവത്തിനെ ആരാധിക്കുന്നു. ഞങ്ങൾ അവന് കീഴ്പ്പെട്ടവരാകുന്നു, അവന് സമർപ്പിക്കപ്പെട്ടവരാകുന്നു, അവൻ്റെ ദാസരാകുന്നു. മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവദാസർ, ദൈവത്തിന് സമർപ്പിതരായിരുന്നു. അബ്രഹാമിന് ദൈവം തലമുറകൾക്കായി കൈമാറിയിട്ടുള്ള അബ്രഹാമിൻ്റെ ഉടമ്പടി, അതിൽ എന്തുണ്ട്? ചേലാകർമ്മമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ വായിക്കാൻ പറ്റും. നിങ്ങൾ വലിയ പണ്ഡിതന്മാരാണല്ലോ, വായിച്ചു നോക്കും.
അപ്പം അത് പിന്തുടരുന്ന ആളുകൾ അവരാണ് മുസ്ലിങ്ങൾ, അല്ലാതെ അന്യദേവനെ ആരാധിക്കുന്നവരല്ല. അതിൽ കാണാൻ പറ്റും ഇസ്മായിൽ മരുഭൂമിയിലായിരുന്നു താമസിച്ചത്. അവനൊരു ആർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പെയ്ത്തുകാരനായി. അത് സംസം വെള്ളത്തിനെ കുറിച്ചാണ്, സംസം കിണറിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തിൽ. ഹാഗറിന്റെ കണ്ണ് ദൈവം തുറപ്പിച്ചു. അവൾ വെള്ളം കിട്ടാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ഇസ്മായിലിനാണ് എണീറ്റെടുക്കാൻ പറ്റില്ല. ആ ചെറുപ്പക്കാരനാണ്, ചെറിയ കുട്ടിയാണ്, കാലിട്ടടിക്കുന്ന പ്രായമാണ്. അപ്പോഴാണ് ഇസ്മായിലിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നത്, ഹാഗറിനെയും ഈ മരുഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നത്, അല്ലാതെ ഇസാക്ക് ജനിച്ചതിന് ശേഷമല്ല. അപ്പം ഇതിൽ പറയുന്നത് ദൈവം ആ ബോയിയുടെ, ആ പയ്യൻ്റെ കൂടെയായിരുന്നു, ആ കുട്ടിയുടെ കൂടെയായിരുന്നു ദൈവം. അതായത് യഹോവ ആരുടെ കൂടെയായിരുന്നു? ഇസ്മായിലിൻ്റെ കൂടെയായിരുന്നു. അവൻ മരുഭൂമിയിൽ താമസിച്ച അയാളൊരു ആർച്ചർ, ഒരു അമ്പെയ്ത്തുകാരനായി. ആൻഡ് ഹി വാസ് ലിവിങ് ഇൻ ദ ഡെസർട്ട് ഓഫ് പാരാൻ. അതായത് അവന് പാറാനുള്ള മരുഭൂമിയിലാണ് താമസിച്ചത്. പാറാൻ എന്ന് പറയുന്നത്, മൗണ്ട് പാരാൻ എന്ന് പറയുന്നത് അറേബ്യയിലുള്ള സ്ഥലമാണ്. ഹിജാസ്, ജിദ്ദ, മക്ക, മദീന ആ ഏരിയ. ഹാഗർ അവനൊരു ഭാര്യയെ കൊടുത്തു. എവിടുന്ന്? ഈജിപ്തിൽ നിന്ന്. ജോസഫ് ഈജിപ്തിലായിരുന്നു. ആ ബന്ധുക്കൾ കൂടെയാണ് ഇവർക്കൊക്കെ ഭാര്യമാരെ കിട്ടുന്നത് ഈജിപ്തിൽ, അല്ലാതെ കണ്ട അന്യദേവന്മാരെ ആരാധിക്കുന്നവരല്ല. ജോസഫ്, പ്രവാചകനായിട്ടുള്ള ജോസഫ് ഈജിപ്തിലെ ഗവർണറായിരുന്നു. ജോസഫിൻ്റെ വഴിയിൽ മതം സ്വീകരിച്ച, സത്യമാർഗം സ്വീകരിച്ച ധാരാളം ആളുകൾ ഈജിപ്തിലുണ്ട്. ആ കുടുംബത്തിൽ നിന്നാണ് ഇവർ കല്യാണം കഴിക്കുന്നത്, അല്ലാതെ അന്യദേവൻ്റെ ആളുകളിൽ നിന്നല്ല. കാരണം ഈ ശേലാകർമ്മം ഇവർക്ക് നിർബന്ധമാണ്. അപ്പം ദൈവം എൻ്റെ കൂടെയായിരുന്നു, ഇസ്മായിലിൻ്റെ കൂടെയായിരുന്നു. അപ്പം ഭക്ഷണം കല്യാണം കഴിച്ചുകൊണ്ട് വരികയെന്ന്. പിന്നെ ഇസാക്കിൻ്റെ മൂത്ത പുത്രൻ ഇസാവ് വിവാഹം കഴിക്കുന്നത് ഇസ്മായിലിൻ്റെ കുടുംബത്തിൽ നിന്നാണ്. ഇസാവിൻ്റെ മൂത്ത വല്യാപ്പ ജോസഫ് ഈജിപ്തിലായിരുന്നു. ഈജിപ്തിൽ നിന്ന് അവർ ധാരാളം ബന്ധുക്കളും കുടുംബക്കാരൊക്കെ ഉണ്ട്. ഈജിപ്തിൽ നിന്നും ഈ ജോസഫിൻ്റെ സഹോദരന്മാർ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതൊന്നും ബൈബിളിൽ പറയുന്നില്ല അടുത്ത്. കാരണം ബൈബിൾ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മൂവ്മെൻറ്റിൽ സെൻറ്റേർഡാണ്. ഒരു പ്രത്യേക തരം തുടർച്ചയിൽ മാത്രമേ ബൈബിൾ പറയുന്നുള്ളൂ, അല്ലാതെ പുറത്തുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. ഇസ്മായിലിൻ്റെ മകളെയാണ് കല്യാണം കഴിച്ച ഈസാവ്, അതായത് ഇസാക്കിൻ്റെ മൂത്ത പുത്രന്. അപ്പം ദൈവം വാഗ്ദത്തം കൊടുത്തത് ഇസാക്കിൻ്റെ സന്താനങ്ങൾക്ക് കൊടുത്ത വാഗ്ദത്തം വേറെയാണ്. അതാ ഇസാക്കിൻ്റെ സന്തതികൾക്ക് മാത്രമേ ആ വാഗ്ദത്തം പോയി. ഇസാക്കിന് ശേഷം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എല്ലാ ജനതകൾക്കും ഉള്ളതാണ്. ഇസാക്കിനുള്ള വാഗ്ദത്തം അവൻ്റെ ബാക്കി വരുന്ന സന്താന പരമ്പരകൾക്ക് മാത്രമാണ് ജനസിസ് ഉൽപ്പത്തിയിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്രായേലി പ്രവാചകന്മാർ എല്ലാവരും ഇസ്രായേലുകളിലേക്ക് മാത്രം വന്നത്. അവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ അത് ഇസ്രായേൽ സമൂഹത്തിന് വേണ്ടി മാത്രമായിരുന്നു. ജോസഫ് വഴി വരുന്ന എല്ലാ ആളുകൾക്കും, ജോസഫ് മുതൽ ജേക്കബ്, യാക്കോബ് വഴി വരുന്ന എല്ലാ ഈ വാഗ്ദത്തങ്ങൾ അവരുടെ സമൂഹത്തിന് മാത്രമാണ് ബൈബിളിൽ പഴയ നിയമം സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ എന്തില്ലാത്തത്, വലിയ സമൂഹത്തിനോടുള്ള അഭിസംബോധന ബൈബിളിൽ ഇല്ലാത്തത്, പഴയ നിയമത്തിലില്ലാത്തത് കൊണ്ടാണ്. ഇസ്രായേലികളോട് മാത്രമാണ് അതിൻ്റെ അഭിസംബോധന. അതേസമയത്ത് ജത്രോ എന്ന് പറയുന്ന ആൾ മോശയുടെ ഈ മാതൃപിതാവ്, അതായത് ഭാര്യാപിതാവ്, ഈ ജത്രോ വരുന്നുണ്ട്. അദ്ദേഹം കൊടുത്ത ധാരാളം കൽപ്പനകൾ ഈ ആവർത്തന പുസ്തകത്തിൽ കാണാൻ പറ്റും നമുക്ക്. അതായത് പുറപ്പാടിൽ, ആവർത്തന പുസ്തകത്തിൽ അതിൽ നമുക്ക് വായിക്കാൻ പറ്റും. മോശയോട് പറയുന്നുണ്ട്, മോശയോട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം ജത്രോ എന്ന് പറയുന്ന പ്രവാചകൻ വരുന്നത്, അതായത് ഹൈ പ്രീസ്റ്റ്, മുഖ്യ പുരോഹിതൻ, മിദിയാനിലെ പ്രവാചകൻ വരുന്നത് ഷുഐബ് നബി എന്ന് അറിയാം ഖുർആനിൽ. അദ്ദേഹം വരുന്നത് ആ സമൂഹത്തിനാണ്. പക്ഷേ അദ്ദേഹം ഇസ്മായിലിയ വാഗ്ദത്തം, അതായത് അബ്രഹാമിൽ നിന്ന് ഇസ്മായിലിൽ കൂടെ വരുന്ന വാഗ്ദത്തമാണ് ഈ ജത്രോയിലേക്ക് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് മോശയോട് ഉപദേശം കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. പക്ഷേ മോശയ്ക്ക് എന്തില്ല, മോശയുടെ സമുദായത്തിന് പുറത്തുള്ള ആളുകൾക്ക്, ഇസ്രായേലികളുടെ പുറത്തുള്ള ആളുകളിലേക്ക് പ്രവർത്തനം കൊടുക്കാൻ മോശയ്ക്ക് ഉള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഇതേ ഉള്ളായിരുന്നു. അതേസമയത്ത് ഈ ഇസ്രായേലികൾ ഈജിപ്തിലായിരുന്നപ്പോൾ ഫറോവയുമായിട്ട് ധാരാളം അദ്ദേഹം പ്രബോധനങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രഭാഷണങ്ങളും സുവിശേഷ പ്രസംഗവും നടത്തിയിട്ടുണ്ട്. പക്ഷേ ജത്രോ എന്ന് പറയുന്നത് ആധികാര പരിധിയിൽ വരുന്ന ആളല്ലായിരുന്നു. അതായത് മോശയുടെ ബനി ഇസ്രായേലിൻ്റെ,
ഇസാക്കിൻ്റെ ഈ വാഗ്ദാനത്തിൽ വരുന്ന ആളല്ല. അത് ദൈവത്തിൻ്റെ വേറൊരു വാഗ്ദാനമുണ്ട്, മെൽക്കിസദക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് കാണാൻ പറ്റും നമുക്ക് ബൈബിളിൽ. ഇസ്മായിൽ കൂടെ വരുന്ന വാഗ്ദാനം, അതിലൂടെ വരുന്ന ആളാണ് ജത്രോ എന്ന് പറയുന്ന പ്രവാചകൻ, അതല്ലെങ്കിൽ ഷുഐബ് നബി എന്ന് പറയും മുസ്ലിങ്ങൾ. അപ്പോൾ ഇങ്ങനെ കുറേ വിഷയങ്ങൾ ക്രിസ്ത്യാനികളും യഹൂദരും അവരതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. ചില വിഷയങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ചില മുഖ്യധാര ക്രിസ്ത്യൻ യഹൂദ വിശ്വാസങ്ങൾക്ക് മങ്ങലേൽക്കും. അതുകൊണ്ട് അവരത് മുഖ്യധാരയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യില്ല. അപ്പോൾ ഈ ബൈബിൾ ഉദ്ധരിച്ച് മരിയോ ജോസഫിനെയും മറ്റുള്ള കത്തോലിക്ക സഭക്കാരെയും ഓർത്തഡോക്സുകാരെയൊക്കെ എതിർക്കുന്നവരോട് പറയാനുള്ളത്, മൗലാ കോഗ്നിഷൻ ഓപ്പൺ ഹിയർ, നമ്മളിവിടെ തുറന്നു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും സംവാദത്തിന് വരാം മൗലാ കോഗ്നിഷനോട്. നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. വി ആർ ഫുള്ളി എക്യുപ്ഡ്. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും തയ്യാറാണ് നിങ്ങളോട് സംവദിക്കാനോ ചർച്ച ചെയ്യാനൊക്കെ. അപ്പം ഇങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട്. ഈ ലോകത്തിലേക്ക് ദൈവം അയച്ച ആളുകൾ, അവർ വരുന്ന വഴികൾ, ധാരാളം വിഷയങ്ങൾ അങ്ങനെ ഉണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്ത് പോവുകയാണെങ്കിൽ പല ശൈശാശവക്കാരുടെയും ഒക്കെ അടിവേരിളകും. അത് അവർക്കറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല. സെബാസ്റ്റ്യൻ പുന്നക്കലോട് ഞാൻ പല പ്രാവശ്യം ചർച്ച ചെയ്യാൻ ഞാൻ കയറി കമൻ്റ് അടിച്ചു നോക്കിയതാണ് അവരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും പേജിലൊക്കെ. പല രാജീവ് എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങായി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രജീവ് സെബാസ്റ്റ്യൻ്റെ ഒക്കെ ഒരു പ്രൊപ്പഗേറ്റർ, ഞാൻ ഡിബേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ക്ലബ് ഹൗസ് കയറ്റി. എവിടെ ഡിബേറ്റ് ചെയ്യാൻ? ഒരു സംവാദമില്ലായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഈ മൗലാ കോഗ്നിഷനൊക്കെ അന്ന് ഞാൻ ക്ലോസ് ചെയ്തു പേജുകളൊക്കെ. കാരണം ആരും ഇല്ലെങ്കിൽ പിന്നെ നമ്മളിത് വെറുതെ സമയം കളയണമെന്ന് വിചാരിച്ചു. വേറെ എത്രയോ കാര്യങ്ങൾ ചെയ്യാണ്ട് ബിസിയാണ്. അപ്പോൾ ഇത്തരം ധാരാളം കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പം അതുകൊണ്ട് ഈ സെബാസ്റ്റ്യൻ്റെയോ അനിൽ കൊടിത്തോടത്തിൻ്റെയോ ഒന്നും ഈ കൗശലങ്ങളിലും അതേപോലെ കോൺസ്പിറസി തന്ത്രങ്ങളിലൊന്നും കുടുങ്ങി എന്ത് ചെയ്യേണ്ട, ഗൂഢതന്ത്രങ്ങളിലൊന്നും പെട്ട് ക്രിസ്ത്യാനികൾ തകരേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് വീണ്ടും സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റബ്ബിൽ ആലമീൻ.